ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ട ഷെരീഫ് ഒസ്മാൻ ഹാദി അദ്ദേഹത്തെ വിശുദ്ധനാക്കിക്കൊണ്ടുള്ള മീഡിയ വണിന്റെ ഒരു പോസ്റ്റാണ് അല്ലെങ്കിൽ ഒരു കാർഡാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ ഇതേപോലെ വിശുദ്ധന്മാരാക്കിയ അവരുടെ ഈ നയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മീഡിയ വണ് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടല്ലോ. മീഡിയ വണ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിന്റെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അപ്പം ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവർ അതിൻ്റെ അകത്ത് സ്വീകരിക്കുകയുള്ളൂ. ഇടതുപക്ഷ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു സംഘപരിവാർ സ്ട്രാറ്റജിയോ ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പം മീഡിയ വണ്ണിൽ നിന്ന് നമ്മൾ അതേ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. അതായത് ഈ മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ മത്തം കുത്തിയാൽ മത്തമല്ല മുളയ്ക്കുള്ളൂ. അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടുത്തെ നിലപാട് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ള നിലപാടാണ്. അതായത് ഇന്ത്യ വിരുദ്ധത അത് കൃത്യമായിട്ട് തന്നെയുണ്ട്. ഇന്ത്യയിൽ ഭാരതത്തിൽ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അവരുടെ അജണ്ട പോലും അവരുടെ ഒരു നയം പോലും അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ ഒരു ഒരു ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വരിക എന്നുള്ള ആശയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും അത്തരം ആ ഒരു സംഘടനയുടെ ഫണ്ട് കൈപ്പറ്റുന്നവരിൽ നിന്നും അതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. സ്വാഭാവികമായിട്ടും ശമ്പളം തരുന്നവരോട് ഒരു കൂറ് പുലർത്തണ്ടേ. അപ്പം അവിടുത്തെ നിഷാദാണെങ്കിലും ഈ അജിംസ് ആണെങ്കിലും ഇവരെല്ലാം ആ ഒരു നിലപാട് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരുടെയൊക്കെ ആ നിലപാട്, അവരുടെ അടുപ്പൂട്ടി ചർച്ച, അതായത് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് അടുപ്പൂട്ടി ചർച്ച. ഈ അടുപ്പൂട്ടി ചർച്ചയിലാണ് ഈ ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു എഡിറ്റോറിയൽ സാധനങ്ങൾ മൊത്തം അവർ പുറത്തേക്ക് വിടുന്നത്. അവിടെയാണ് ഈ ചർച്ചകളെല്ലാം ഉണ്ടാകുന്നത്. അവിടെ അവർ സമയത്ത് ഹമാസിന്റെ അകത്ത് പോരാളികളാവും, ഹമാസിന്റെ പോരാളികൾ എന്ന നിലയിലേക്ക് വരും. അവിടെ വരുന്ന സമയത്ത് ഇസ്രായേൽ രാജ്യദ്രോഹികളും ലോകദ്രോഹികളാവും, തീവ്രവാദികളാവും. അല്ലെങ്കിൽ ഈ ഹമാസിനെ എപ്പോഴെങ്കിലും UN ഭീകരവാദികളായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഈ പലസ്തീനികൾ അവരുടെ സ്വന്തം നാടിന് വേണ്ടി പോരാടുന്ന ആളുകളായി മാറും. അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഓരോ കുട്ടികളുടെ പേര് എണ്ണി പറഞ്ഞ് കരയും. ഇതെല്ലാ കാര്യങ്ങളുണ്ടാവും. നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് എറണാകുളത്ത് കുറച്ച് സിനിമാക്കാരുടെ ഒരു പട്ടി ഷോ ഉണ്ടായിരുന്നു. പട്ടി ഷോ എന്ന് തന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺപാർലമെന്ററി ആണെന്ന് അറിയാം. എങ്കിലും അങ്ങനെ പറയേണ്ട വന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് കരച്ചിലുകൾ കേട്ടിട്ടാണ്. അവിടെ ഈ എന്താ പറയാ, ഇസ്രായേലിലെ ഈ പലസ്തീനിലെ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ കുട്ടികളൊക്കെ നാളെ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഒക്കെ ആയി മാറേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ള ഓരോ കുട്ടികളുടെയും പേര് വായിക്കുകയാണ്. അതേസമയത്ത് അവരെ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ പേര് ഓർമ്മയിലേ ഇല്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ 18-ാം തീയതി മുതൽ, അതായത് ഈ പറയുന്ന ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള വലിയ ലഹളയിലെ വലിയ ഹിന്ദു വംശഹത്യ തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള പോലെ 18-ാം തീയതി വൈകിട്ട് എന്തായിരുന്നു അവരുടെ പേര്, ദിബു ചന്ദ്രദാസ് എന്ന് പറയുന്ന യുവാവിനെ മതനിന്ദ ആരോപിച്ച് പോലീസ് പിടിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആക്രമിച്ച് പുറത്തിറക്കി അവിടെ നിന്ന് ആൾക്കൂട്ടം തല്ലി കൊന്ന് അതിനുശേഷം തലയിൽ ഈ കഴുത്തിന്റെ ഇവിടെ ഒരു കയറിട്ട് വഴിയിലൂടെ വലിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ട് ടൗണിലെ ഒരു പോസ്റ്റിന്റെ മുകളിൽ കെട്ടിത്തൂക്കിയിടുകയാണ്. തൂക്കിക്കൊല്ലുന്ന പോലെ കെട്ടിത്തൂക്കിയിടുകയാണ്. അങ്ങനെ കെട്ടിത്തൂക്കിയിട്ടതിന് ശേഷം ഇയാളുടെ മേത്ത് പെട്രോൾ ഒഴിച്ച് അതിനുശേഷം കുറച്ച് കച്ചിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആ കച്ചീൻ്റെ മുകളിൽ ഈ തീ കത്തിച്ചിട്ട്, പെട്രോൾ മുക്കി തീ കത്തിച്ചിട്ട് ഈ പറയുന്ന ഈ മൃതദേഹത്തിന്റെ മുകളിലേക്ക് അങ്ങ് തീ കൊടുക്കുകയാണ്. അങ്ങനെ തീ കൊടുക്കുന്ന സമയത്ത് അവരവിടെ നിന്ന് മുഴക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം തന്നെ കേട്ടിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. തീവ്രവാദികൾ മുഴക്കുന്ന അതേ മുദ്രാവാക്യം തന്നെയാണ് അവരവിടെ മുഴക്കിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ഒരു 10-100 പേരെങ്കിലും ഉണ്ടാകുന്ന ഒരു ജനക്കൂട്ടം അവിടെ നിന്ന് ഈ പറയുന്ന മൃതദേഹം തീ കൊടുത്തതിന് ശേഷം ആ മുദ്രാവാക്യം ഉറക്കെ വിളിക്കുകയും അതിനോടൊപ്പം ഇതെല്ലാം തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊബൈലിൽ മൊത്തം. അവരുടെ ഒരു മനസ്സ് എത്രമാത്രമാണെന്ന് നോക്കുക. അവിടുത്തെ ഹിന്ദു ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രമാത്രമാണെന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ആയിരക്കണക്കിന് 100% അവിടെ ആയിരക്കണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം തന്നെ നശിക്കപ്പെട്ട് ഇന്ന് വളരെ നാമമാത്രമായ ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും അവിടുത്തെ എംബസിയിൽ പോലും അവിടുത്തെ ഹിന്ദുക്കൾക്ക് ഇരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്ക് എത്തി.
അങ്ങനെ പോകുന്ന ഘട്ടത്തിലാണ് ഈ ഷെയ്ഖ് ഹസീനക്കെതിരെ വലിയ പ്രക്ഷോഭം നടത്തുന്നതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തിയാണ് ഈ ഷെരീഫ് ഒസ്മാൻ ഹാദി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയെ കീറിമുറിക്കുന്ന പലതവണ തീർച്ചയായും ഈ ഷെരീഫ് ഒസ്മാൻ ഹാദിന്റെ ഒരു എക്സ്പോസ്റ്റ് ഉണ്ട് പഴയ, അതായത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള കാശ്മീര്, ആ കാശ്മീർ ഒന്നും തന്നെ ഇല്ലാതെ അതെല്ലാം തന്നെ പാകിസ്ഥാന്റെ ഭാഗമായി ചേർത്തുകൊണ്ടുള്ള ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ആ ഷെരീഫ് ഉസ്മാൻ ഹാദിനെയാണ് അജ്ഞാതർ എന്ന് നമുക്ക് എടുത്തു പറയണം. ആ അജ്ഞാതർ ഈ ഒരു റിക്ഷയുടെ പുറകിൽ, ഓട്ടോറിക്ഷ പോലത്തെയുള്ള ഓട്ടോ അല്ല, റിക്ഷയുടെ പുറകിലിരുന്ന് ഇയാൾ പോകുന്ന ഘട്ടത്തിൽ സ്കൂട്ടറിലെത്തിയ രണ്ടുപേര് പുറകിൽ, അതിൻ്റെ അകത്ത് രണ്ടാമത് പുറകിലിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തെ കൃത്യമായി വെടിവെക്കുകയും തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം കൂറികളുടെ അടുത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ നിരന്തരമായി മുഴക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിക്ക് ഈ ഇത്തരത്തിൽ വെടിയേറ്റത്, അജ്ഞാതരുടെ വെടിയേറ്റതിന് തൊട്ട് പിന്നാലെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ഉൾപ്പെടെ ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിനെ സ്പീഡി റിക്കവറി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വലിയ കരച്ചിലായിരുന്നു, ഈ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിന് ഉൾപ്പെടെ. അവിടുത്തെ മിക്കവാറുമുള്ള യുവജന കൂട്ടായ്മകളെല്ലാം തന്നെ ഈ പറയുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ ഈ വെടിയേറ്റതിനെ തുടർന്ന് വലിയ പ്രതിഷേധത്തിലായി. അങ്ങനെ അതെ 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 അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഇളക്കം തെറ്റിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ഈ സുനിൽ ചന്ദ്ര എന്ന് പറയുന്ന ഈ ഒരു ദീപ് ചന്ദ്ര എന്ന് പറയുന്ന ഈ ഒരു ഹിന്ദു യുവാവിനെ കൊല ചെയ്യപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതനിന്ദ മാത്രമല്ല, അതിൻ്റെ അകത്ത് ഇയാളെ അവിടുന്ന് ഈ കത്തിക്കുന്ന ഘട്ടത്തിലും ഈ പറയുന്ന നിലത്തൂടെ വലിച്ചു കൊണ്ടുപോകുന്ന ഘട്ടത്തിലൊക്കെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അവിടെ ശക്തമായി മുഴങ്ങി കിട്ടുന്നുണ്ടായിരുന്നു. അത് ദേശീയ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ. അപ്പം ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായത്? അതായത് ഈ പറയുന്ന ഈ ഷെരീഫ് ഒസ്മാൻ ഹാദിയെ തട്ടിയത് ഇന്ത്യയാണ് എന്ന തരത്തിലുള്ള പ്രചരണം അവർക്കിടയിലുണ്ട്. അപ്പം ഇന്ത്യക്കാരെ ആക്രമിക്കാൻ കിട്ടാൻ വേണ്ടി ഇന്ത്യക്കാരെ അവിടെ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ സേഫ് ആയിട്ടുള്ള സ്പോണുകളിലേക്ക് മാറിയിട്ടാവും. പിന്നെ അതിർത്തി കടന്ന് ഇപ്പുറത്ത് വന്ന് ആക്രമിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് ആൾക്കാർ എന്താ പറയുക, നമ്മുടെ പഴയ ആൾക്കാരല്ല. മോദിയും അമിത്ഷയാണ് ഇന്ത്യ ഭരിക്കുന്നത്. മാത്രമല്ല മോദി പറഞ്ഞിട്ടുള്ളത് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഏത് ഘട്ടത്തിലും ഏത് അടിയന്തര ഘട്ടത്തിലും ഒരു ഹൈക്കമാൻഡിന്റെ ഓർഡറിന് വേണ്ടി നിൽക്കാതെ അടുത്ത പണി ഇങ്ങോട്ട് പണി കിട്ടുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ പണി അവിടെ എടുക്കാൻ വേണ്ടി അവർ ചിന്തിക്കുന്നതിന്റെ 10 നിമിഷം മുമ്പെങ്കിലും നമുക്ക് തിരിച്ചടിക്കാം എന്നുള്ളത് കൃത്യമായി മോദി അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിർത്തി കടന്ന് ഇന്ത്യക്കാരെ ആക്രമിക്കലും നടക്കില്ല. അങ്ങനെയുള്ള ഘട്ടത്തില് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണെങ്കിലും ഇവിടെ ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമായതുകൊണ്ട് എന്താ പറയുക, നേപ്പാൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നേപ്പാളിനേക്കാളും കൂടുതൽ തന്നെ ഹിന്ദുക്കളുള്ള സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഈ ഭാരതത്തെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഈ മുമ്പ് നമ്മൾ കണ്ടിട്ടാണ്, അതായത് ഈ ഷെയ്ഖ് ഹസീനയൊക്കെ ആക്രമിക്കുന്ന ആ ഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഭൂരിഭാഗം വരുന്ന ഹിന്ദു കുടുംബങ്ങളെ ആക്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ഒരുപാട് ക്ഷേത്രങ്ങൾ തകർത്തതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പ് പറയാം, ഈ പറയുന്ന ഫെബ്രുവരിയിലായിരുന്നു തോന്നുന്നു അവിടെ ബംഗ്ലാദേശിലെ ഇലക്ഷൻ വരാനിരിക്കുന്നത്, പാർലമെന്റ് ഇലക്ഷൻ വരുന്നത്. ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഈ യൂനിസ് സർക്കാരിനെ തന്നെ അട്ടിമറിച്ചിട്ടുകൊണ്ട്, അല്ലെങ്കിൽ യൂനിസിന് തന്നെ വലിയ പ്രാധാന്യമില്ലാത്ത രീതിയിലേക്ക് ആക്കിക്കൊണ്ട് ഈ ഷെരീഫ് ഒസ്മാൻ ഹാദി അവിടെ വലിയൊരു സംഭവമായി മാറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. അങ്ങനെ അധികാരത്തിലെത്തി പുള്ളി അത്തരത്തിലൊരു സംഭവമായി മാറിക്കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അയാൾ അധികാരത്തിലേക്ക് എത്തുന്നതിന് 3-4 മാസം മുമ്പ് തന്നെ അദ്ദേഹത്തിന് പടമാക്കിക്കൊണ്ട് ഊരുകളുടെ അടുത്തേക്ക് വിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ എന്താ പറയുക, ഈ നമ്മുടെ അജിത് ഡോവലിലെ ഇത്തരത്തിലുള്ള അജ്ഞാതരായിട്ടുള്ള പുലിക്കുട്ടികൾ അവർക്ക് ബംഗ്ലാദേശിൽ നിന്നാണെന്നോ, അല്ലെങ്കിൽ നേപ്പാൾ ആണെന്നോ, പാകിസ്ഥാൻ ആണെന്നോ, അല്ലെങ്കിൽ UK ആണെന്നോ, കാനഡ ആണെന്നൊന്നും അവർക്ക് നോട്ടമില്ല. നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്. അവർക്ക് ഏത് രാജ്യത്താണെങ്കിലും ഇന്ത്യ ഹിറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ തോക്കിന്റെ വെടിയുണ്ട അത് ഏത് രാജ്യത്താണെങ്കിലും പോയി കയറാൻ വേണ്ടി തയ്യാറാണ്, ലക്ഷ്യത്താണ്. നമ്മള് മുമ്പ് ഇതൊക്കെ പറയുന്ന സമയത്ത് ഒരു കാര്യം പറയാം. അതായത് കാനഡയിൽ മുമ്പ്, അതായത് നമ്മുടെ ചെങ്കോട്ടയില് വലിയ ഒരു സംഭവം നടത്തിയ നമ്മുടെ ത്രിവർണ്ണ പതാക ഉൾപ്പെടെ താത്തിക്കെട്ടുകൊണ്ട് ഈ ഖലിസ്ഥാനിവാദികളുടെ പതാക ഉയർത്തിയ ടീമുകളുണ്ടായിരുന്നു, ഖലിസ്ഥാൻ തീവ്രവാദികൾ. അപ്പം ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തിട്ടിരുന്ന സ്ഥലമായിരുന്നു കാനഡയില് ട്രൂഡോ സർക്കാർ. അപ്പം പുള്ളി അവിടെ വലിയ പിന്തുണ കൊടുക്കുകയും അവിടുത്തെ ഈ ഖലിസ്ഥാനികളുടെ പിന്തുണയിലാണ് അവിടെ സർക്കാർ ഉണ്ടായിക്കൊണ്ടിരുന്നത്.
ആ ഘട്ടത്തിലെ ഇവരുടെ ഖലിസ്ഥാനി തീവ്രവാദികളുടെ നേതാവിനെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിന്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഒരു CCTVക്കും ഒരു അംഗരക്ഷകർക്കും കാണാൻ പറ്റാത്ത സ്ഥലത്ത് കയറിയിട്ടാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം, ഏക്കർ കണക്കിനായിട്ടുള്ള ഒരു കേന്ദ്രം, ഉള്ളിലേക്ക് ആര് കയറി കഴിഞ്ഞാലും പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അവിടെ നിന്നുള്ള ആളുടെ പെർമിഷൻ വേണ്ട അത്രയും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിനുള്ളിൽ കയറിയിട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി ഇതുവരെയായിട്ടും അവർക്ക് ഇത് ആരാണ് ചെയ്തതെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇന്ത്യയാണെന്ന് പറയുന്നതല്ലാണ്ട് ഇത് ആരാണ്, ഏത് വ്യക്തിയാണ് ചെയ്തതെന്ന് പോലും അവിടുത്തെ കാനഡ സർക്കാരിന് മനസ്സിലായിട്ടില്ല. അവർ വലിയ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്നിട്ടും അവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ അത്രയും കഴിവുള്ള നമ്മുടെ അജ്ഞാതരായിട്ടുള്ള ടീമുകളോടാണ് ഈ പറയുന്ന എന്താ പറയുക, ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിനെ പോലത്തെ ഉള്ള ഞാഞ്ഞൂലുകൾ, എത്ര വയസ്സുള്ള 34 വയസ്സ് കണ്ടുള്ളൂ, ഞാഞ്ഞൂല് കടന്നിട്ട് തിളയ്ക്കുന്നത്. ഈ ഞാഞ്ഞൂല് തിളയ്ക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഈ വലിയൊരു ആന മതവിളകി വരുന്ന സമയത്ത് സാധാരണ രീതിയിൽ ഡോവലിനെ പുലിക്കുട്ടികളൊക്കെ വെടിവെക്കാറുള്ളൂ. ഞാഞ്ഞൂലുകളൊക്കെ വരുന്ന സമയത്ത് ഒരു ഇത്തിരി പെട്രോൾ എടുത്തൊന്ന് ഇരിക്കുകയും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പറയും നമ്മള് ഈ പാറ്റയൊക്കെ വരുന്ന സമയത്ത് ചെരുപ്പെടുത്ത് നമ്മൾ ചെറിയ അടിയിലെ കൊടുക്കുള്ളൂ. ആനേനെ വെടിവെച്ച് കൊല്ലുന്ന പോലെ നമ്മൾ പാറ്റേനെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പം ആ രീതിയിലുള്ള പണി മാത്രമാണ് ഈ ബംഗ്ലാദേശിൽ എടുത്തിട്ടുള്ളൂ. ഈ പറയുന്ന അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഹിന്ദു വംശഹത്യ അത് എത്ര മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിർത്തിയിട്ടില്ലെങ്കിൽ അതിനുള്ള പണിയും അടുത്തത് വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ബംഗ്ലാദേശ് സർക്കാർ തന്നെ അത് സംബന്ധിച്ചുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ഒരു കൂട്ടക്കൊലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള 10 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒളിവിൽ പോയിട്ടുണ്ട്. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു 18-ാം തീയതി ഈ സംഭവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ 18-ാം തീയതി ഈ പറയുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെടുന്നു. അന്ന് മുതൽ തുടങ്ങി ഏകദേശം ഒരു 20-ാം തീയതി 2 ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഏകദേശം പ്രശ്നങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനിയും പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി പ്രശ്നമാക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ അത് വേറെ ആർക്കുമല്ല, അവർക്ക് തന്നെയായിരിക്കും മോശം ഉണ്ടാവുക. കൂടുതൽ അജ്ഞാതർ വീണ്ടും ഇറക്കുന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.